ആശ്രമങ്ങൾ 4 സാധാരണ. ചതുരാശ്രമം എന്നാണ് പറയുക. ചിലർ വർണ്ണാശ്രമം എന്ന് പറയാറുണ്ട്. വർണ്ണം വേറെ, ആശ്രമം വേറെ. വർണ്ണാശ്രമധർമ്മം എന്ന് കൂട്ടിക്കുഴച്ച് പറയരുത്. വർണ്ണം വേറെ, ആശ്രമം വേറെ. ആശ്രമങ്ങൾ ഏതൊക്കെയാണ്? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇതാണ് ആശ്രമങ്ങൾ. വർണ്ണം ഏതാണ്? വർണ്ണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇതാണ് വർണ്ണം. അങ്ങനെ വർണ്ണം, ആശ്രമം ഇത് രണ്ടും രണ്ടാണ്, 2 കാറ്റഗറികളാണ്. വർണ്ണത്തെക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്, ഗുരു ആശ്രമത്തെക്കുറിച്ചിട്ടാണ്. അപ്പം നമ്മൾ സാധാരണക്കാർക്ക് ഏറ്റവും നല്ലവണ്ണം മനസ്സിലാക്കേണ്ട ഒന്നാണ് ഗുരു പറയുന്ന ഈ ജീവിത രീതി. അതുകൊണ്ട് ശിഷ്യ ഊചുഹു, ശിഷ്യൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ജ്ഞാതൃജ്ഞാനജ്ഞേയതത്വ നീതിവ്യാഖ്യാ വിചക്ഷണ ആഖ്യാതം ഭവതാ യദ്യത് വാക്യം വാക്യവിശാരദഃ അസ്മാഭിരവധാനേന ശ്രുതം തല്ലോകസമ്മതം അധാശ്രമസ്വരൂപം ച സാധു ജിജ്ഞാസ്യതേധുനാ. ജ്ഞാതൃജ്ഞാനജ്ഞേയ തത്വ വ്യാഖ്യാ വിചക്ഷണ. ജ്ഞാതാവിനെയും ജ്ഞേയത്തെയും ജ്ഞാനത്തെയും ജ്ഞേയത്തെയും പറ്റിയുള്ള പരമതത്വം വിസ്തരിക്കുന്നതിൽ സമർത്ഥനായോനെ. ശിഷ്യൻ ഗുരുവിനെ വളരെ അധികം ബഹുമാനിക്കുകയോ ആദരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആ ഗുരുവിൻ്റെ കഴിവിനെ, ഏതിനെയും എന്തിനേയും വളരെ ക്ലാരിറ്റിയോടുകൂടിയിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഗുരുവിൻ്റെ ബുദ്ധിയെ, മേധയെ ശിഷ്യൻ വാഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഗുരുവിനെ കുറിച്ച് പറയുന്നു, ജ്ഞാതാവിനെയും ജ്ഞാനത്തെയും ജ്ഞേയത്തെയും തത്വപരമായി വിലയിരുത്തി വ്യാഖ്യാനിക്കാൻ കഴിയുന്നതിൽ വിചക്ഷണനായവനെ ഗുരു എന്ന് പറയുകയാണ്. വാക്യവിശാരദ, അതും ഭാഷയിലെ ഏറ്റവും നിഷ്ണാതമായ ശൈലിയിൽ പറയാനും എഴുതാനും കഴിയുന്ന ഗുരു. ആ ഗുരുവിൻ്റെ കഴിവിനെ ശിഷ്യൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുകയാണ്. ജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ എന്താ? അറിയുന്നവൻ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്. ജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന വസ്തു. ഇങ്ങനെയാണ് നമ്മുടെ അറിവിന് 3 തരത്തിൽ നിലകൊണ്ടാൽ മാത്രമാണ് ലോകജ്ഞാനം ഉണ്ടാകുള്ളൂ, അനുഭവങ്ങൾ ഉണ്ടാകുള്ളൂ. എപ്പോഴും ഈ അറിവ് പിരിഞ്ഞ് 3ആയിട്ട് നിന്നിട്ടാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിയണമെങ്കിൽ ഒരാൾ വേണം, അറിയാനൊരു വസ്തു വേണം, അറിയുക എന്നൊരു പ്രക്രിയയും വേണം. ഇത് 3ഉം ചേർന്ന് ത്രിപുടി എന്ന് ഗുരുദേവ കൃതികളിൽ തന്നെ പലയിടത്തും നമുക്ക് കാണാം. ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്ക് കരസ്ഥമാകുവീല എന്നൊരിടത്ത് ഗുരു പറയുന്നുണ്ട്. അത് ഈ 3ഉം പോണം. ഈ 3ഉം പോയാലാണ് മനുഷ്യൻ രക്ഷപ്പെടുകയുള്ളൂ, മുക്തി ഉണ്ടാവുകയുള്ളൂ. പിന്നെ ജനനീ നവരത്നമഞ്ജരിയിൽ പറയുന്നുണ്ട് ഒരിടത്ത് ത്രിപുടിയെ കുറിച്ചിട്ട്. അങ്ങനെ ഗുരുദേവ കൃതികളിൽ ത്രിപുടിയെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാം. അതിൽ ജ്ഞാതാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് വരും. ഞാൻ ആരാണ് എന്നുള്ള ചോദ്യവും അതിൻ്റെ അന്വേഷണവുമാണ് യഥാർത്ഥത്തിൽ അധ്യാത്മവിദ്യ എന്ന് പറയുന്നത്. ജ്ഞേയത്തെക്കുറിച്ചുള്ള പഠനം, വസ്തുനിഷ്ഠമായ പഠനം, അതാണ് നമ്മുടെ ഈ ലോകത്തെക്കുറിച്ചുള്ള ഫിസിക്സ് എന്ന് പറയുന്നത്. ഭൗതിക ശാസ്ത്രത്തിൽ നിന്നാണ് നമ്മൾ ജ്ഞേയത്തെക്കുറിച്ചുള്ള പഠനം തുടങ്ങുന്നത്. ജ്ഞേയം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് എന്നാണ് അർത്ഥം. ജ്ഞാത എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് എന്നാണ് അർത്ഥം. അപ്പം ജ്ഞേയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്ത് ചോദ്യമാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്? ഇദം ജഗത് കുതഹ, ഈ ലോകം എവിടെ നിന്നുണ്ടായി എന്നുള്ള പഠനമാണ് യഥാർത്ഥത്തിൽ
ന്യായത്തെക്കുറിച്ചുള്ള പഠനം. ഈ രണ്ട് ചോദ്യങ്ങളും ഒരു യഥാർത്ഥ അന്വേഷകൻ ചോദിക്കണമെന്ന് ബ്രഹ്മവിദ്യാപഞ്ചകത്തിൽ ഗുരു പഠിപ്പിക്കുന്നുണ്ട്. ബ്രഹ്മവിദ്യാപഞ്ചകം ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഇദം ജഗത് കുതഃ കോഹം എന്ന രണ്ട് ചോദ്യങ്ങൾ ഒരു വ്യക്തിക്ക് ഒരേ സമയം ഉണർന്നു വരണം. അങ്ങനെ രണ്ടിനും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ രണ്ട് ഉത്തരങ്ങളും ചെന്നെത്തുന്നത് ഒരു വസ്തുവിൽ തന്നെയാണ്. ആ വസ്തു ആത്മ എന്ന പേരിൽ അറിയപ്പെടും. ആ വസ്തു ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് അന്വേഷിച്ച് കണ്ടെത്തുന്ന അനുഭവദശയിൽ വ്യക്തിക്ക് അഹം ബ്രഹ്മ അസ്മി, ഞാൻ ബ്രഹ്മം തന്നെയാണ്, ഞാൻ തന്നെയാണ് ഞാൻ അന്വേഷിക്കുന്നവൻ എന്ന് അനുഭവം ഉണ്ടാകുന്നു. ഇത് എല്ലാം നല്ലവണ്ണം അറിയാവുന്ന ഗുരു, ആ ഗുരു വാക്യവിശാരദനും കൂടെയാണ്. ലാംഗ്വേജിലുള്ള അപാരമായ കഴിവ്. അതായത് ആ ഭാഷ ഇല്ലെങ്കിൽ നമുക്ക് ആശയവിനിമയം നടത്താൻ പറ്റില്ല. അറിയാമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാവർക്കും മൊഴിയാൻ അറിഞ്ഞൂടല്ലോ. ചില ആളുകൾക്ക് എല്ലാം അറിയാം, പറയാൻ അറിയുകയില്ല. ഗുരുവിനെ പുകഴ്ത്തുന്നു, ശ്ലാഘിക്കുന്നു, വാഴ്ത്തുന്നു. അത് ശിഷ്യൻ ചെയ്യേണ്ടതാണ്. കാരണം ശിഷ്യൻ ഗുരുവിനെ കൂടുതൽ വാഴ്ത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ശിഷ്യന്റെ വിനയം പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ ശിഷ്യൻ വിനയമുള്ളവനാണെന്ന് അറിയുന്ന മാത്രയിൽ ഗുരു കൂടുതൽ ഒരു പശുക്കുട്ടി എങ്ങനെയാണോ പശുവിൻ്റെ അകിട്ടിൽ വന്ന് ചുണ്ടുകൊണ്ട് ഇടിക്കുന്നത്, ആ സമയത്ത് പശുവിൻ്റെ അകിട് ചുരത്തി പാല് വരുന്നത് പോലെ ഈ ഗുരുവിനെ വിനയം കൊണ്ടും ശിഷ്യന്റെ പ്രകീർത്തനങ്ങൾ കൊണ്ടും നമുക്ക് കൂടുതൽ അങ്ങ് ഉണർത്തിയെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മഹാത്മാക്കളായ ഗുരുക്കന്മാരെ ശിഷ്യന്മാർ കൂടുതൽ അവരുടെ മഹനീയത ഇവർക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല, എന്നാലും അവർ പരമാവധി പറയും. അതുകൊണ്ടാണ് അവർ പറയുന്നത് വാക്യവിശാരദ വിചക്ഷണ എന്നൊക്കെ. ഭവത അങ്ങയാൽ യത് വാക്യമാഖ്യാതം, എന്തൊക്കെയാണോ പറയപ്പെട്ടിട്ടുള്ളത് അതൊക്കെ ലോകസമ്മതം, ലോകർക്ക് സമ്മതമായ അത് അസ്മാഭിഹി ഞങ്ങളാൽ അവധാനേന ശ്രദ്ധയോടുകൂടിയിട്ട് ശ്രുതം കേട്ടു. അങ്ങ് ഇതുവരെ പറഞ്ഞതെല്ലാം ശ്രദ്ധയോടുകൂടിയിട്ടാണ് ഞങ്ങൾ കേട്ടത്, ശിഷ്യന്മാരെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ശിഷ്യന്മാർ ഗുരുവിനോട് അവരുടെ സംശയങ്ങൾ ചോദിക്കുകയും സംശയങ്ങൾക്ക് നിവാരണം നടത്തുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ഈ ശ്രീനാരായണ ധർമ്മം എന്ന വിഷയം അവതരിപ്പിക്കപ്പെടുന്നത്. അധ അനന്തരം ആശ്രമസ്വരൂപവും അധുനാ സാധു ജിജ്ഞാസ്യതേ, ഇപ്പോൾ നന്നായി അറിയാൻ ആഗ്രഹിക്കുന്നു.